പറയാൻ പോകുന്നത് ഡ്രൈ സ്കിൻ ഉള്ളവരെ കുറിച്ചാണ്. സോ ഈ വീഡിയോ കാണുന്നവർക്ക് ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഡ്രൈ സ്കിൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി എന്താണെന്നല്ലേ, നിങ്ങൾ ബാത്ത് ചെയ്യുന്ന സമയത്ത് കൂടുതൽ നേരമെടുത്ത് ബാത്ത് ചെയ്യുന്നവരാണെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കണം. പിന്നീട് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഭയങ്കര രീതിയിലുള്ള ഹാർഷ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് സ്ക്രബേഴ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് വെച്ച് ഭയങ്കര രീതിയിൽ ഉരച്ച് കുളിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങളുടെ സ്കിന്നിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ വലിച്ചെടുത്ത് നിങ്ങളുടെ സ്കിന്നിനെ കൂടുതലായിട്ട് ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് കുറച്ച് കോക്കനട്ട് ഓയിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുളിക്കുവാണെങ്കിൽ അത് നിങ്ങളുടെ സ്കിന്നിനെ കുറച്ചും കൂടെ ഷൈൻ ആക്കി നറിഷ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നീട് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങളുടെ സ്കിന്നിനെ ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കുളിച്ചിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു തിക്ക് കൺസിസ്റ്റൻസി ഉള്ള ഏതെങ്കിലും ഒരു ബോഡി ക്രീംസ് യൂസ് ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിനെ കുറച്ചും കൂടെ നറിഷ് ആക്കി വെക്കാനും ഡ്രൈ സ്കിൻ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്തു. ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ നിങ്ങൾ ബോഡി ക്രീംസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്കിന്നിനെ കുറച്ചും കൂടെ നറിഷ്മെന്റ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ എന്റെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.